ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി മിനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിന്ന്. അതേസമയം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തി. ബലിപെരുന്നാൾ ദിവസമായ ഇന്ന് ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം തിരക്കേറിയ ദിവസമാണ്. മുസ്ദലിഫയിൽ നിന്നെത്തിയ ഹാജിമാർ മീനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിലാണ് ഇന്ന് കല്ലെറിയുന്നത്. ഇന്നലെ രാത്രി മുസ്ദലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളിൽ 7 എണ്ണമാണ് ഇന്നത്തെ കല്ലേറ് കർമ്മത്തിനായി ഉപയോഗിക്കുന്നത്. ജംറ പാലത്തിലെ സൗകര്യവും വിപുലമായ സുരക്ഷാ സന്നാഹവും കാരണം തീർത്ഥാടകർക്ക് അനായാസം കല്ലേറ് കർമ്മം നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്. പല തീർത്ഥാടകരും കല്ലേറ് കർമ്മം രാത്രിയിലേക്ക് മാറ്റിവെച്ച് മിനായിലെ തമ്പുകളിൽ വിശ്രമിക്കുകയാണ്. ഈ വർഷത്തെ മിനയായാലും അറഫയായാലും വളരെയധികം സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു രീതിയിലുള്ള മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം സൗകര്യത്തോടു കൂടിയ രീതിയിലായിരുന്നു ഹാജിമാർക്ക് എല്ലാ സേവനങ്ങളും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം ഹാജിമാരുടെ മുഖത്തൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഇനി ഹജ്ജ് കർമ്മം കഴിയുന്നതോട് കൂടിയിട്ട് ഇനി എന്ന് നാട്ടിലേക്ക് പോകണമെന്നുള്ള ഒരു രീതിയിലേക്കായി ഹാജിമാരൊക്കെ മാറിയിട്ടുണ്ട്. കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയ തീർത്ഥാടകർ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്തിന് പകരം തക്ബീർ ധ്വനികൾ മുഴക്കി തുടങ്ങി. ബലി നൽകുക, മുടിയെടുക്കുക, ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുക തുടങ്ങിയവയാണ് ഇന്ന് നിർവഹിക്കുന്ന മറ്റു കർമ്മങ്ങൾ. അടുത്ത 3 ദിവസം ഹാജിമാർ 3 ജംറകളിലും കല്ലേറ് കർമ്മം നിർവഹിക്കും. അതേസമയം സൗദി ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഹറം പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. ഹജ്ജ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിന്ന്. കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാത്രിയോടെ എല്ലാ തീർത്ഥാടകരും മീനായിലെ തമ്പുകളിൽ തിരിച്ചെത്തും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.